ഇനി ഇനി കോൺഗ്രസിന്റെ പ്രതിനിധി റോണി കെ ബേബിയിലേക്കാണ്. പ്രൊഫസർ റോണി കെ ബേബി, ഈ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള ഇടപെടലുകൾ കേന്ദ്ര സർക്കാർ നടത്തുകയാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി. പക്ഷേ അത്തരത്തിൽ ഇടപെടലുകൾ നടത്തി സമാഹരിക്കുന്ന പണത്തിന്റെ ഒരു പങ്ക് കോൺഗ്രസും പറ്റുന്നു എന്ന സ്ഥിതിയാണ് ഇന്ന് വരുന്നത്. ഇന്ന് മുഖ്യമന്ത്രി അത്തരത്തിൽ വലിയ വിമർശനം കോൺഗ്രസിനെതിരെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ കേന്ദ്ര സർക്കാർ നടത്തുന്ന കള്ളത്തരങ്ങളുടെ എല്ലാം പങ്ക് പറ്റുന്ന ആളുകളായി കോൺഗ്രസ് മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ നിങ്ങൾക്ക് ഉറച്ചു നിന്ന് ഒരു ശബ്ദം കേന്ദ്ര സർക്കാരിനെതിരെ പറയാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുത്ത CPIന്റെ പ്രതിനിധിയും ചൂണ്ടിക്കാട്ടുന്നത്. ഇലക്ട്രൽ ബോണ്ട് വിഷയത്തില് ആദ്യം മുതൽ തന്നെ ശക്തമായ നിലപാട് എടുത്ത പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പാർലമെന്റ് നിയമം മൂലം അത് വ്യവസ്ഥാപിതമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ വന്നപ്പോൾ തന്നെ ലോക്സഭയിൽ അതിനെതിരെ ശക്തമായ നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചു. കോൺഗ്രസിന് ഇതിൻ്റെ അകത്ത് പങ്കുപറ്റാനായിരുന്നെങ്കിൽ കോൺഗ്രസിന് അന്ന് ഈ വിഷയത്തിൽ നിശബ്ദത പുലർത്തിയാൽ മതിയായിരുന്നു. അന്ന് മുതൽ തന്നെ ഇത് ഏറ്റവും വലിയൊരു അഴിമതിയാണ് എന്ന് ഏറ്റവും ഉറക്കെ വിളിച്ചു പറഞ്ഞവരിൽ ഒരാൾ എന്ന് പറയുന്നത് ശ്രീ രാഹുൽ ഗാന്ധിയാണ്. അന്നും ഇന്നും രാഹുൽ ഗാന്ധിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും നിലപാട് തന്നെയാണ്. നീലിമയ്ക്ക് പരിശോധിക്കാം. സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ കേസുകളിൽ 3 കേസുകളാണ് ഇലക്ട്രൽ ബോണ്ടിനെതിരെ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചത്. അതിലെ ഒരു ഹർജി എന്ന് പറയുന്നത് കോൺഗ്രസ് നേതാവിൻ്റെതാണ്. കോൺഗ്രസ് അറിഞ്ഞുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് മധ്യപ്രദേശിൽ നിന്നുള്ള കോൺഗ്രസിന്റെ നേതാവ് സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹർജി സമർപ്പിച്ചത്. ഇപ്പോൾ പറയുന്നു ഇലക്ട്രൽ ബോണ്ട് വിഷയം കോൺഗ്രസിന്റെ കൂടി പങ്കാളിത്തം അതിനകത്തുണ്ട്, അല്ലെ അഴിമതിയിൽ കോൺഗ്രസ് കൂടി പങ്കാളിയായിട്ടുണ്ട് എന്നുള്ള ഒരു ആരോപണമാണല്ലോ. ആ നേതാവിന്റെ പേരൊന്ന് പറയാമോ? മധ്യപ്രദേശിൽ നിന്നുള്ള വനിതാ നേതാവാണ് ജയ വർമ്മ എന്നാണ് അവരുടെ പേര്. മഹിളാ കോൺഗ്രസിന്റെ നേതാവാണ്. അവർ തന്നെ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിലും അവര് സുപ്രീം കോടതിയിലെ കേസ് നൽകിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ ലീഗൽ ആയിട്ടുള്ള വിഷയങ്ങളിൽ മുഴുവൻ പിന്നെ സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ടുള്ള വ്യവഹാരങ്ങളിൽ പങ്കെടുക്കുന്നത് അവരാണ്. ജയറാം രമേശ് തന്നെ അവരെ അഭിനന്ദിച്ചുകൊണ്ട് കൃത്യമായി ഞാൻ ആ ട്വീറ്റ് അല്ലെ ജയറാം രമേശ് എക്സിൽ കുറിച്ചിരിക്കുന്നത് ഒരു സൈഡിൽ നിൽക്കുന്നു. പ്രൊഫസർ റോണി കെ ബേബി, അങ്ങനെ ഒരു തരത്തിൽ അഭിനന്ദനവും ഇതുപോലെ കേസും ഒക്കെ അപ്പുറത്ത് നിൽക്കുകയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ വലിയൊരു പങ്ക് നിങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ട്. 1500 കോടി രൂപ നിങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ട്. ഒരിക്കലും 1100 കോടിയിൽ താഴെയാണ്. 1050 കോടി രൂപയാണ് കോൺഗ്രസിന്. അത് ഓർക്കണം, മൊത്തം 14,000 കോടിയുടെ കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത്. അല്ല, അതിൽ താങ്കൾ പറയുന്ന പോലെ 1000 കോടിയല്ല, 1 കോടി രൂപയാണെങ്കിൽ പോലും നിങ്ങൾ ഈ പറയുന്ന നിലപാടാണ് നിങ്ങളുടേത് ആയിരുന്നെങ്കിൽ 1 കോടി രൂപ പോലും കൈപ്പറ്റുന്നത് അധാർമികമാണ്, 1 രൂപ കൈപ്പറ്റുന്നത് പോലും അധാർമികമാണ്. ആ ബോധം എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വത്തിന് ഇല്ലാതെ പോയത്? കാരണം പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമം, കാരണം രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന സ്വീകരിക്കുവാൻ വേണ്ടി മറ്റൊരു ഓപ്ഷനില്ല. 2017 മുമ്പായിരുന്നെങ്കിൽ ഇവിടെ കൃത്യമായ നിയമങ്ങളുണ്ടായിരുന്നു. പാർലമെന്റ് പാസ്സാക്കിയ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന കൃത്യമായ നിയമങ്ങളിലൂടെയാണ് ഈ രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും സംഭാവന കൈപ്പറ്റിയത്. 2017 ശേഷം 1 രൂപ പോലും കൈപ്പറ്റുവാൻ ഈ ഇലക്ട്രൽ ബോണ്ട് സംവിധാനം അല്ലാതെ മറ്റൊരു സംവിധാനമില്ല. അപ്പോഴാണ് കോൺഗ്രസ് ഇപ്പോൾ ഇവിടെ 1-2 കമ്പനികളുടെ പേര് പറഞ്ഞു. ബഹുമാനപ്പെട്ട ചിത്രരഞ്ജൻ പറയുണ്ടായി, അല്ലെങ്കിൽ BJPയുടെ MP ആയ രമേശ്, അദ്ദേഹത്തിന്റെ കമ്പനി ഹിമാചൽ പ്രദേശിൽ കൃത്യമായി 2022 മുമ്പാണ് ഹിമാചൽ പ്രദേശില് അദ്ദേഹത്തിന് പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്ന് കരാർ കിട്ടിയത്. ആ സമയത്ത് ഹിമാചൽ പ്രദേശ് ഭരിക്കുന്നത് BJP ആണ്, കോൺഗ്രസ് അല്ല. കോൺഗ്രസ് 2023 ഹിമാചൽ പ്രദേശിൽ അധികാരത്തിൽ വന്നത്. ഇപ്പോൾ 2022 വരെയുള്ള ഇലക്ട്രൽ ബോണ്ടിലെ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും പിന്നെ BJPക്ക് മറ്റു പല പാർട്ടികൾക്കും സംഭാവനകൾ നൽകിയപ്പോൾ അല്ലെങ്കിൽ ഈ പറയുന്ന രണ്ടാമത് ഏറ്റവും വലിയ സംഭാവന നൽകിയിരിക്കുന്നത് സാന്റിയാഗോ മാർട്ടിൻ കാര്യം എടുക്കുക. അദ്ദേഹം കോൺഗ്രസിന് സംഭാവന ഒന്നും നൽകിയിട്ടില്ലല്ലോ. ഇപ്പോൾ അതിന്റെ അകത്ത് രണ്ടാമത് വന്നിരിക്കുന്നത് സാന്റിയാഗോ മാർട്ടിനാണ്. ഇപ്പോൾ ഒരു കാര്യം സാന്റിയാഗോ മാർട്ടിനിൽ നിന്ന് 50 കോടി കൈപ്പറ്റിയിട്ടുണ്ട് കോൺഗ്രസ്. സാന്റിയാഗോ മാർട്ടിൽ നിന്നാണോ? ആ കണക്കുകൾ എന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. ഇവിടെ ദേശീയ മാധ്യമങ്ങളിലടക്കം വാർത്ത വന്നതാണ്. വലിയ ക്യാമ്പയിനാണ് അത്തരത്തിൽ കോൺഗ്രസിനെതിരെ. അതൊന്നും താങ്കളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. സാന്റിയാഗോ മാർട്ടിനുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് പങ്കുണ്ടെന്നുള്ളത് ഞാൻ ആദ്യം കേൾക്കുക. അല്ലെ ഈ മേഗാ ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ടും അതുപോലെ വേദാന്തയുമായി ബന്ധപ്പെട്ടുള്ള പരാമർശം നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് കൃത്യമായ നിലപാടുകളുണ്ട്. അല്ലാതെ ഞങ്ങൾ ഒരിക്കലും അഴിമതിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയോ
കാരണം ഞങ്ങളുടെ ലീഡ് ഇല്ലല്ലോ, ഞങ്ങളുടെ CBI ഇല്ലല്ലോ, ഞങ്ങളുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇല്ലല്ലോ, ഞങ്ങളിൽ ഒരു കേന്ദ്ര ഏജൻസിയും ഇല്ലല്ലോ. ഇനി എങ്ങനെയാണ് ഞങ്ങൾ ഈ പറയുന്ന കോർപ്പറേറ്റുകളെയൊക്കെ വരുതിക്ക് നിർത്തിക്കൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ശരി, സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് അതാണ് അങ്ങയുടെ നിലപാട്.